AICC സമ്മേളനത്തിൽ ഇക്കുറി അവർ കൂടുതൽ ഒരു ഊന്നൽ കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേലിനോടുള്ള ഒരു അമിത സ്നേഹമാണ്. ഇതിന് പിന്നിൽ എന്താ പതിഞ്ഞിരിക്കുന്നത്? അത് പറയുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു AICC സമ്മേളനം ഗുജറാത്തിൽ നടക്കുന്നത് അത് കുറേയധികം ചിന്തകളാണ് മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടത്തിവിടുന്നത്. പട്ടേലിനെ ആദരിച്ചു എന്ന് ഒരു തരത്തിൽ പറയാം. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ആ സമ്മേളന സ്ഥാനത്തുള്ള പട്ടേലിൻ്റെ ഒരു അർദ്ധകായ പ്രതിമയുടെ മുകളിലോട്ട് ഒരു മാലയെടുത്ത് നമ്മുടെ രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ എറിഞ്ഞിട്ട് ഇങ്ങനെ തൊഴുതിട്ട് പോവുക ചെയ്തത്. എന്ന് പറഞ്ഞാൽ ആദരിക്കാനാണെന്ന് പറഞ്ഞ് എന്നിട്ട് അനാദരവ് കാട്ടിയതാണ് ഇന്ന് ഭാരതത്തിലെ സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. എന്ത് ചെയ്താലും അതിലൊരു അബദ്ധം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഈ രാഹുലിന് പറ്റിയൊരു സുഹൃത്താണ് ഇന്ന് വേറൊരു പ്രസ്താവനയായിട്ട് വന്നിരിക്കുന്നത്. അയാളുടെ പേര് BV ശ്രീനിവാസ്. കോൺഗ്രസിൻ്റെ വളർന്നു വരുന്ന പുതിയ കാല കോൺഗ്രസിൻ്റെ എല്ലാ ഭാവഭാവാദികളുമുള്ള ഒരഹങ്കാരിയായ രാഷ്ട്രീയക്കാരനാണ് എന്ന് തന്നെ ഞാൻ പറയും. കാരണം അദ്ദേഹം ഇന്ന് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞെന്നറിയോ, മഹാത്മാഗാന്ധി fought ഈസ്റ്റ് ഇന്ത്യ കമ്പനി and now Rahul is fighting the West India. എന്താ അയാൾ പറഞ്ഞത്? മഹാത്മാഗാന്ധി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് യുദ്ധം ചെയ്തതുപോലെ രാഹുൽ ഗാന്ധി നമ്മുടെ മഹാത്മാഗാന്ധിയും സർദാർ പട്ടേലും ഒക്കെ ജനിച്ച ഗുജറാത്തും വീരവിനായക ദാമോദർ സവർക്കറും ഡോക്ടർ കേശവ് ബിർള ഭട്നേവറും ബാലഗംഗാധര തിലകനും ഒക്കെ ജനിച്ച മഹാരാഷ്ട്രയും ഉൾപ്പെടുന്ന ഭാരതത്തിൻ്റെ പശ്ചിമ പ്രദേശത്തിലെ വെസ്റ്റ് ഇന്ത്യക്കെതിരെ രാഹുൽ യുദ്ധം ചെയ്യുമെന്നോ? എന്താ ഇവർ ആഗ്രഹിക്കുന്നത്? ഭാരതത്തെ കഷണമാക്കണമെന്ന്. തെക്കിനെയും വടക്കിനെയും തമ്മിലടിപ്പിക്കണം, കിഴക്കിനെയും പടിഞ്ഞാറിനെയും തമ്മിലടിപ്പിക്കണം. ആ ആശയം പലപ്പോഴും ഉള്ളിൽ നിന്ന് പുറത്തു വരികയാണ്. ഒരു പക്ഷേ അത്രയ്ക്കങ്ങോട്ട് പോകണ്ട എന്ന വിവേകം ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി ഈ കച്ചവടത്തിന് ഞാനില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാതിരിക്കുന്നത്. അങ്ങേക്കറിയാമല്ലോ, ഈ പാർലമെന്റ് സമ്മേളനം, പാർലമെന്റ് സമ്മേളനം, AICC സമ്മേളനം, ആ സമ്മേളനത്തൊന്നും പ്രിയങ്ക പോകുന്നില്ല. പ്രിയങ്കയെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പം ജയറാം രമേശ് പാർട്ടി വക്താവ് പറഞ്ഞ മറുപടി, 35 പേരിൽ ഒരാളല്ലേ പ്രിയങ്ക? ഏതാ വരാത്ത 35 പേരിൽ ഒരാളല്ലേ പ്രിയങ്ക? നിങ്ങളത് എന്തത്ര ഗൗരവം കൊടുക്കുന്നതെന്ന് ചോദിച്ചത്. അവിടെ KC വേണുഗോപാൽ പറഞ്ഞത് അവധിക്ക് അപേക്ഷ വന്നിട്ടാ പോയതെന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് പള്ളിക്കൂടത്തിലെ ശിവായിയുടെ പണിയല്ലേ പ്രിയങ്ക കോൺഗ്രസിനകത്ത് ചെയ്യുന്നത്? അവധിക്ക് അപേക്ഷ തന്നിട്ട് പോയാൽ മതി. അതൊക്കെ നിൽക്കട്ടെ. അങ്ങനെ രാഹുൽ ഗാന്ധി ഇതേ സ്ഥിതി തന്നെ ആയിരുന്നു. പല പ്രധാനപ്പെട്ട നിർണായക സമയങ്ങളിൽ നിന്നും പാർലമെന്റിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. അതൊരു കാര്യം, അതൊരു വിഷയം, വേറെ വിഷയം. നമ്മൾ ഈ വിഷയത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ, സർദാർ പട്ടേലിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരം എന്നുള്ളത് ഗാന്ധിജിയുടെ അവസാനത്തെ ആയുധമായിരുന്നു. ഗാന്ധിജി പ്രയോഗിച്ച അവസാനത്തെ സമരമുറയായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ആ ക്വിറ്റ് ഇന്ത്യ സമര പരിപാടിയെ ആദ്യം ശക്തിയുക്തം എതിർത്തയാളാണ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവും രാജഗോപാലാചാര്യയൊക്കെ ക്വിറ്റ് ഇന്ത്യ സമരത്തിനെതിരായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ എതിർന്നൊക്കെ പറയുന്നെങ്കിലും ഇത് ചരിത്രത്തിൽ ആരും പറഞ്ഞു കേൾക്കാറില്ല. അങ്ങ് ഒരു പക്ഷെ കേട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ എതിർത്തതിന് അവസാനം പ്രമേയം വന്നു. ഗാന്ധി അത് ഗില്ലറ്റിൻ ചെയ്ത്, ഗാന്ധി താല്പര്യമില്ലാത്തവർക്ക് പുറത്തു പോകാം എന്ന സന്ദേശം കൊടുത്തുകൊണ്ട് രാജഗോപാലാചാര്യയെയും ജവഹർലാൽ നെഹ്റുവിനെയും മൗലാന അബ്ദുൽ കലാം ആസാദിനെയൊക്കെ നിശബ്ദരാക്കിക്കൊണ്ടാണ് ആ പ്രമേയം വടി കാണിച്ചുകൊണ്ട് പാസാക്കിയെടുത്തത്. ഇതറിയാവുന്ന ഇംഗ്ലീഷുകാർ
നെഹ്റുവിനെയും ഒക്കെ ആദ്യം തന്നെ അറസ്റ്റ് ചെയ്ത്, നമ്മൾ സെക്രട്ടേറിയറ്റ് നേതാക്കന്മാരെ ആദ്യം അറസ്റ്റ് ചെയ്തിട്ട് അണികളെ തല്ലുന്ന പോലെ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്തു. സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴത്തേക്ക് ക്വിറ്റ് ഇന്ത്യ സമരം കൊണ്ടായി, സമരത്തിൻ്റെ നേതാവായി നെഹ്റു. പക്ഷേ ആ ക്വിറ്റ് ഇന്ത്യ സമര പ്രഖ്യാപനത്തിൽ ഉൾപ്പെടെ ഗാന്ധിയോട് എന്നും അചഞ്ചലനായി കൂടെ നിന്നു എന്ന കാരണത്താലാണ് ഗാന്ധിയിൽ നിന്ന് സർദാർ പട്ടേലിൽ നിന്ന് പ്രധാനമന്ത്രി പദം പിടിച്ചെടുത്ത് നെഹ്റുവിന് കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി മൗണ്ട് ബാറ്റനും ലേഡി മൗണ്ട് ബാറ്റനും ഒക്കെ സഹായിച്ചത്. ഉദ്ദിഷ്ട കാര്യത്തിന്റെ ഉപകാരസ്മരണ. ഇംഗ്ലീഷുകാരുടെ പാദസേവ ചെയ്തതിന് അവര് അതിന് പോകാതിരുന്ന സർദാർ പട്ടേലിന്, ഗാന്ധിയുടെ ഉത്തമ ഭക്തനായും ശിഷ്യനായും നിന്നിരുന്ന പട്ടേലിനെ ചതിച്ച് അല്ലെങ്കിൽ അവസരം നഷ്ടപ്പെടുത്തി ഇദ്ദേഹത്തിന് അവസരം കൊടുത്തതാണ് ഒന്ന്. രണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പട്ടേലിന്റെ മകൾ, അതായത് വർഗീസ് കുര്യൻ ഉണ്ടല്ലോ, നമ്മുടെ ധവള വിപ്ലവത്തിന്റെ ഒക്കെ ഉപജ്ഞാതാവ് വർഗീസ് കുര്യൻ, അദ്ദേഹം ഐ ടു ഹാഡ് എ ഡ്രീം എന്നൊരു ഓട്ടോബയോഗ്രഫി, അദ്ദേഹത്തിൻ്റെ ആത്മകഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഗുജറാത്തായിരുന്നു. അപ്പം അതിൽ സർദാർ പട്ടേലിൻ്റെ മകളുമായി ബന്ധപ്പെട്ട ഒരു കഥ, ഒരു സംഭവം, കഥയല്ല സംഭവം വിവരിക്കുന്നുണ്ട്. അങ്ങേക്ക് അറിയാവുന്ന പോലെയാണ് 1930 കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം പട്ടേലാണ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് മോത്തിലാൽ നെഹ്റുവിൻ്റെ മരണശേഷം പട്ടേലിൻ്റെ കയ്യിലായിരുന്നു പാർട്ടി. ഇറ്റ് വാസ് എ ഫാക്ട്. അങ്ങനെ വരുമ്പം ഈ പട്ടേൽ മരിക്കുന്നതിന് മുമ്പായിട്ട് പാർട്ടിയുടെ കണക്കുകൾ, ബാക്കി പണം, കണക്കെല്ലാം അപ്ഡേറ്റ്, ബാക്കി പണമെല്ലാം കൂടെ ചേർത്ത് മകള് മണിബൻ പട്ടേലിനെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞിരുന്നു, ഇത് കഴിഞ്ഞാൽ ഉടനെ നീ ഇതെല്ലാം കൊണ്ടുവന്ന് നെഹ്റുവിനെ ഏൽപ്പിച്ചേക്കണമെന്ന്. അപ്പോൾ ഈ കണക്ക് പുസ്തകം പൈസ കണക്കിനുള്ള വരവും ചെലവും ബാക്കി നീക്കി ബാക്കിയും ആ തുകയും ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് ഈ പട്ടേലിൻ്റെ പുത്രി, പട്ടേലൊന്നും കാര്യമായിട്ടൊന്നും ജീവിക്കാൻ വേണ്ടിയൊന്നും ബാക്കി കരുതി വെച്ചിട്ട് പോയ ആളല്ല. നെഹ്റുവിൻ്റെയൊക്കെ കൂട്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയും ബാക്കി വെച്ചിട്ട് പോയ ആളൊന്നുമല്ല. എന്നിട്ടും ഈ ലക്ഷക്കണക്കിനുള്ള ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഫണ്ടും അതിൻ്റെ കണക്കും എല്ലാം കൃത്യമായി പട്ടേലിൻ്റെ മരണശേഷം ഈ മകൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുന്നു. നെഹ്റുവിനെ കാണാൻ അകത്തിയെന്നു, ഇരുത്തി, വന്ന കാര്യം പറഞ്ഞു. ഈ കണക്ക് പുസ്തകവും കാശും വാങ്ങിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു അകത്തേക്ക് പോയി. കുറച്ച് നേരം ആ പാവം പട്ടേലിൻ്റെ മകൾ അവിടെ കാത്തിരുന്നു. നെഹ്റു തിരിച്ചു വരുമെന്നും എൻ്റെ ഭാവി എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ചോദ്യങ്ങളും അതിന് ചില ഉത്തരങ്ങളും അതുപോലെ എനിക്ക് ചില അവസരങ്ങളും നെഹ്റു വാഗ്ദാനം ചെയ്യുമെന്ന് സ്വാഭാവികമായിട്ടും ആ മണിബൻ പട്ടേൽ പ്രതീക്ഷിച്ചു. നെഹ്റു മടങ്ങി വന്നതേ ഇല്ലെന്നാണ് ഒരു ഉത്തരവും കൊടുക്കാതെ അവജ്ഞയോടുകൂടി അവഗണിച്ച് ആ പട്ടേലിൻ്റെ മകൾ കൊണ്ടുകൊടുത്ത പണവും കോൺഗ്രസിൻ്റെ കണക്ക് പുസ്തകവും വാങ്ങിച്ചു വെച്ച ശേഷം അതാണ് ചെയ്തത്. ഞങ്ങൾക്കറിയാമല്ലോ, സർദാർ പട്ടേൽ മരിച്ച ശേഷം ആ ശവസംസ്കാര ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ വേണ്ടി പട്ടേലിനോടൊപ്പം ജോലി ചെയ്ത നിരവധി ആളുകളുണ്ട്. അദ്ദേഹം ഹോം മിനിസ്റ്റർ ആയിരുന്നു. സിവിൽ സർവീസ് IAS പോലെ കയറി ബിൽഡപ്പ് ചെയ്ത ആളാണ്. ഈ രാജ്യത്തെ ഒന്നാക്കിയെടുത്ത ആളാണ്. ഭാരതത്തിന് സർദാർ പട്ടേൽ ചെയ്ത സംഭാവന എന്താണെന്ന് അദ്ദേഹത്തോട് അടുത്ത് പ്രവർത്തിച്ച സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അറിയാമായിരുന്നു. അവരെല്ലാം പോകാൻ ആഗ്രഹിച്ചു. ആരും സർക്കാർ ചെലവിൽ പോകണ്ട എന്ന നിർദ്ദേശമാണ്. ഔദ്യോഗികമായി ആരും പങ്കെടുക്കാൻ പോകണ്ട എന്ന നിർദ്ദേശമാണ് ജവഹർലാൽ നെഹ്റു കൊടുത്തത്. അന്ന് ഹോം മിനിസ്ട്രിയിൽ സെക്രട്ടറി ആയിരുന്ന VP മേനോൻ, അഭിമാനപൂർവ്വം പറയാം, മലയാളിയായ VP മേനോനാണ് പറഞ്ഞത്, ആർക്കൊക്കെ പോകണമെങ്കിലും പൊയ്ക്കോളൂ, പൈസ എൻ്റെ വ്യക്തിപരമായ അക്കൗണ്ടിൽ തരുമെന്ന് പറഞ്ഞത് VP മേനോനാണ് പറഞ്ഞത്. ആ ചരിത്രമൊക്കെ നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് ഒരു കറുത്ത തിരശ്ശീലയിട്ട് മറച്ചു വെക്കാൻ ആഗ്രഹിച്ച സർദാർ പട്ടേൽ സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കുക എന്നുള്ള
അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് വിലങ്ങ് സർദാർ പട്ടേൽ. ജവഹർലാൽ നെഹ്റു ഒരു ഘട്ടത്തിൽ അതായത് എനിക്കിഷ്ടമുള്ളയാളെ AICC പ്രസിഡന്റ് ആക്കിയില്ലെങ്കിൽ ഞാൻ രാജിവെച്ച് പോകുമെന്ന് പറഞ്ഞപ്പം എന്നാ പോട്ടെ, രാജിവെക്കട്ടെ, ബാക്കി കാര്യം ഞാൻ പിന്നെ നോക്കാം എന്ന് പറഞ്ഞ ആ രാഷ്ട്രീയ നിപുണനായ സർദാർ പട്ടേൽ, ഈ പട്ടേലിനെ എന്നും ജവഹർലാൽ നെഹ്റുവും അദ്ദേഹത്തോടൊപ്പം ഉള്ളവരും അവഹേളിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഈ ഓർക്കുന്നുണ്ടാകും സർദാർ പട്ടേലിൻ്റെ പ്രതിമ വന്ന സമയത്ത് ഇവരൊക്കെ ഉണ്ടാക്കിയ കോലാഹലം. അതെനിക്കറിയാമെങ്കിൽ ഞാൻ പറഞ്ഞതല്ല. ആ സർദാർ പട്ടേലിൻ്റെ പ്രതിമ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കി, അതിനെ എതിർത്തു. അതുപോലെ സർദാർ പട്ടേൽ എന്നുള്ള പേര് എപ്പോഴെങ്കിലും പറഞ്ഞു പോയെങ്കിൽ ആ കൂടെയൊക്കെ നെഹ്റുവിൻ്റെ പേരും പറഞ്ഞില്ലേ പരാതി. അതെ, കാരണം പട്ടേലും നെഹ്റുവും രണ്ട് വ്യക്തികളാണ്. നെഹ്റുവിനെ നമ്മൾ ഒരിക്കലും ചെറുതാക്കി കാണുകയല്ല ചെയ്യുന്നത്. പക്ഷെ സർദാർ പട്ടേലിൻ്റെ പ്രാഗൽഭ്യത്തിന് മുമ്പിൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിങ്ങളോട് അവസാനിപ്പിക്കാവുന്നത്. ഞാൻ ഒരു സമയത്ത് ഒരു ഇൻ്റർവ്യൂവിൽ ദൂരദർശനിലാണ് പങ്കെടുത്ത കൂട്ടത്തിൽ ഇൻ്റർവ്യൂ എടുത്തയാൾ ചോദിച്ചു, ഇവർ പറഞ്ഞത് പട്ടേലിന് വിദ്യാഭ്യാസത്തെക്കുറിച്ചും അറിവിനെക്കുറിച്ചൊക്കെ വലിയ സംശയമായിരുന്നു. എന്നോട് ഇൻ്റർവ്യൂ എടുത്ത ആളിന് പോലും, വളരെ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ പോലും. പക്ഷെ അങ്ങൊന്നും അറിയണം, ആ കാലത്ത് ടെസ്റ്റ് എഴുതി ഇംഗ്ലണ്ടിൽ പോയി അവിടെ അഡ്മിഷൻ ശ്രമിച്ചു. ആദ്യത്തെ വർഷം വിതൽഭായ് പട്ടേലിന് വേണ്ടിയിട്ട് കിട്ടിയ അവസരം പുള്ളി കൈമാറ്റം ചെയ്തു. രണ്ടാമത് പോയത് ശേഷം 36 മാസത്തെ കോഴ്സ് നിയമ വിദ്യാഭ്യാസം 32 മാസം കൊണ്ട് പൂർത്തിയാക്കി ഗോൾഡ് മെഡലും വാങ്ങിച്ചു വന്നയാൾ സർദാർ പട്ടേൽ. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും അദ്ദേഹത്തിൻ്റെ ഉത്തരവുകളും ഒക്കെ പ്രത്യേകിച്ച് വായിച്ച് പഠിക്കേണ്ടതുണ്ട്. ഒരു വാചകം പോലും മാറ്റിവെക്കാൻ ആ സർദാർ പട്ടേലിനെ പട്ടേൽ ആരാണെന്ന് കൃത്യമായി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ സർദാർ പട്ടേലിൻ്റെ ഈ നമ്മൾ പറഞ്ഞ ഭാരതത്തെ ഒന്നാക്കിയതിൻ്റെ റോളുമൊക്കെ പറഞ്ഞിട്ട് അതിനുതകുന്ന രീതിയിൽ ലോകം മുഴുവൻ കാണുന്ന രീതിയിൽ പട്ടേലിൻ്റെ ഒരു പ്രതിമ ഗുജറാത്തിൻ്റെ പുണ്യ ജന്മമായ നരേന്ദ്രമോദി അവിടെ സ്ഥാപിച്ചെങ്കിൽ ഇവർക്കത് കണ്ടാൽ സഹിക്കില്ല. എന്തായാലും അവിടെ ചെന്ന് നരേന്ദ്രമോദി അങ്ങ് ഇല്ലാതാക്കിയേക്കാമെന്നല്ല ചെന്നിത്തലയെ പോലൊരു പറയുന്നത്. ഇല്ലെത്തി അവരുടെ എന്താ പറഞ്ഞ അവരുടെ ഈച്ചിലെത്തി എന്ന് അവരെ ആക്രമിക്കുമെന്ന്, അവരെ പരാജയപ്പെടുത്തുന്നു. ഏതായാലും മോഹങ്ങളെ കൊള്ളാം, പട്ടേലിനെ കുറിച്ച് നല്ല വാക്ക് പറയുന്നതും കൊള്ളാം. പട്ടേലിൻ്റെ ചരിത്രം, പട്ടേലിന് ലഭിക്കാതെ പോയ അവസരങ്ങൾ, പ്രധാനമന്ത്രി എന്ന പദവും ചരിത്രത്തിലും കിട്ടേണ്ട അവസരങ്ങളും നഷ്ടപ്പെടാത്തതിനെയൊക്കെ ഓർമ്മിച്ചെടുക്കുന്നതിന് ഒരവസരമായി രാഹുലും സോണിയയും വെക്കുന്നതിനെ കരുതുകയും അങ്ങനെ ഒരു അവസരമായി രാഷ്ട്രീയ രംഗത്തുള്ള പൊതുരംഗത്തുള്ള ആളുകൾക്ക് മൊത്തവും കഴിയുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് ഡെവലപ്മെൻ്റ് ആയിരിക്കും, അതൊരു സകാരാത്മകമായ യത്നമായിരിക്കും. എന്തായാലും അങ്ങനെ ഒരു സകാരാത്മക രാഷ്ട്രീയം സാഹചര്യം രാഹുലിൽ നിന്നോ ശ്രീനിവാസിൽ നിന്നോ സോണിയയിൽ നിന്നോ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് വസ്തുത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.